2026 T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയതിന്റെ തിളക്കത്തിലാണ് ഇന്ത്യൻ ടീം. ലോകകപ്പ് വിജയത്തിന് ശേഷം IPL കൂടി വന്നതോടെ ജൂണിലാണ് ഇന്ത്യൻ ടീമിനി T20 മത്സരങ്ങൾ കളിക്കുക. നിലവിലെ ചാമ്പ്യന്മാരാണെങ്കിലും 2028 T20 ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ ശ്രമങ്ങൾ വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സാധാരണയായി ചാമ്പ്യൻ ടീമിൽ മാറ്റങ്ങൾ വരാറില്ലെങ്കിലും IPLലെ പ്രതിഭാധാരാളിത്തം കാരണം നിരവധി യുവതാരങ്ങളാണ് T20 ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ നിന്നുള്ള വിളിക്കായി കാത്തിരിക്കുന്നത്. അതിനാൽ തന്നെ 2028 T20 ലോകകപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യ ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയേറെയാണ്. അങ്ങനെയെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി T20 ഫോർമാറ്റിൽ കാര്യമായ പ്രകടനം നടത്താത്ത നായകൻ സൂര്യകുമാറിനാകും ആദ്യം ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമാവുക എന്നാണ് റിപ്പോർട്ട്. IPLലും സൂര്യ മോശം ഫോം തുടരുന്നതും മികച്ച നായകനെന്ന നിലയിൽ ശ്രേയസ് അയ്യർ ശ്രദ്ധ നേടുന്നതും ഇന്ത്യൻ സെലക്ടർമാരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ശ്രേയസിനെ നായകനാക്കണമെന്ന് ആരാധകരിൽ നിന്നും ആവശ്യവുമുണ്ട്. നിലവിലെ ഫോം പരിഗണിച്ച് ശ്രേയസ് അയ്യരെ T20 നായകസ്ഥാനത്തേക്ക് BCCI പരിഗണിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട്. നിലവിൽ T20 ടീമിന്റെ ഭാഗമല്ലെങ്കിലും കഴിഞ്ഞ IPLലും ഇത്തവണയും നായകനായും ബാറ്ററായും മികച്ച പ്രകടനമാണ് ശ്രേയസ് നടത്തുന്നത്. സൂര്യ തീർത്തും നിറം മങ്ങുകയും ചെയ്തതോടെ ശ്രേയസിനെ നായകനാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതുവരെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ ആയിരുന്നു സൂര്യയെ നായകസ്ഥാനത്തു നിന്നും മാറ്റുന്നതിന് എതിരുനിന്നിരുന്നത്. എന്നാൽ ഗൗതം ഗംഭീർ ഒടുവിൽ മാറ്റത്തിന് സമ്മതം മൂളിയതായാണ് റിപ്പോർട്ട്. 2023 ശ്രേയസ് അവസാനമായി ഇന്ത്യയ്ക്കായി T20 മത്സരം കളിപ്പിച്ചത്. 2028 ലോകകപ്പ് ലക്ഷ്യമിട്ട് നേതൃമാറ്റമടക്കം BCCI പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ശ്രേയസിന് വീണ്ടും ദേശീയ ടീമിൽ കളിക്കാൻ അവസരമൊരുങ്ങുന്നത്. ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീം നായകനായ ശുഭ്മാൻ ഗില്ലിനെ നായകനാക്കാനായിരുന്നു നേരത്തെ BCCIയുടെ നീക്കം. എന്നാൽ ഓപ്പണറായി ഗിൽ പരാജയപ്പെടുകയും സഞ്ജു സാംസൺ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയായി മാറുകയും ചെയ്തതോടെ ഗില്ലിനെ T20 ഫോർമാറ്റിൽ തിരിച്ചെത്തിക്കുക സെലക്ടർമാർക്ക് പ്രയാസമായി മാറിയിരിക്കുകയാണ്. അതേസമയം നിലവിലെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന്റെ അതേ പൊസിഷനിലാണ് കളിക്കുന്നത് എന്നതാണ് ശ്രേയസിനെ ഫേവറേറ്റ് ആക്കുന്നത്.